സെലിബ്രിറ്റികൾ കമന്റ് ചെയ്താൽ പഠിക്കാമെന്ന ക്യാപ്ഷനോടെയുള്ള റീലുകളാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലെ ട്രെൻഡ്. തുടക്കത്തിൽ ഒരു ഫൺ രീതിയിലായിരുന്നുവെങ്കിലും ഇപ്പോൾ പുലിവാല് പിടിച്ച അവസ്ഥയാണ്. ഇത്തരം റീലുകൾ കാരണം ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. സിനിമാ താരങ്ങൾക്ക് നല്ല 8ന്റെ പണി കിട്ടിയെന്നർത്ഥം. എന്നാൽ ഇപ്പോൾ ഈ ട്രെൻഡിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് കോളിവുഡ് നടൻ സിദ്ധാർത്ഥ് വീഡിയോയിൽ കമന്റ് ചെയ്താലേ പഠിക്കൂ, പരീക്ഷ എഴുതൂ, ഭാവി നോക്കൂ തുടങ്ങി നിരവധി വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് സഹികെട്ട് നടൻ ട്രെൻഡിനെതിരെ രംഗത്തെത്തിയത്. പരീക്ഷയിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഓഫാക്കി പഠിക്കണമെന്നും ഈ ട്രെൻഡ് വിഡ്ഢിത്തമാണെന്നും താൻ ഒരിക്കലും ഇത്തരം പോസ്റ്റുകൾക്ക് കമന്റ് ചെയ്യില്ലെന്നുമാണ് നടൻ പറയുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു നടന്റെ പ്രതികരണം. I've been getting a lot of requests on Insta saying if Siddharth comments on this post, then I'll go and study, or I'll go and write my exam, or I'll take care of my future, I'll go save my country or some such. First things first, if you want to study or write your exam, switch off your social media and go and study and write your exam. This is a ridiculous trend. I will not be commenting on your post. But padingappa, please pa, padingappa. പോസ്റ്റ് പുറത്തെത്തിയതും നിരവധി പേരാണ് പോസ്റ്റിനെ അനുകൂലിച്ചും വിമർശിച്ചും രംഗത്തെത്തിയത്. നടൻ പറഞ്ഞത് കൃത്യമായ കാര്യമാണെന്നും ഇത്തരം ട്രെൻഡുകൾ കാരണം ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ആക്ടേഴ്സ് കമന്റ് ചെയ്തതാണ് ഭൂരിഭാഗത്തിനെയും ട്രെൻഡ് ഫോളോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്ന് തുടങ്ങി കമന്റുകൾ നീണ്ടുപോകുന്നു. മറുവശത്ത് നടനെ വിമർശിക്കുന്നവരും നിരവധിയാണ്. കമന്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ കമന്റ് ഇടേണ്ടെന്നും മറ്റുള്ളവരെ എന്തിനാണ് വിമർശിക്കുന്നതെന്നുമാണ് ഒരു വിഭാഗം ചോദിക്കുന്നത്. ഈ അടുത്താണ് ഇൻസ്റ്റഗ്രാമിൽ ഈ പുതിയ ട്രെൻഡ് തലപൊക്കിയത്. വിജയ് ദേവരകൊണ്ട കമന്റ് ചെയ്താൽ പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥിനികളാണ് ഈ ഫൺ ട്രെൻഡിന് തുടക്കം കുറിച്ചത്. സത്യത്തിൽ വെറുതെ ഒരു റീൽ ഇട്ടതാണെങ്കിലും നടൻ കമന്റ് ഇട്ടതും സംഗതി സക്സസ് ആയി. പരീക്ഷയിൽ 90% മാർക്ക് നേടിയാൽ ഞാൻ നിങ്ങളെ നേരിട്ട് വന്ന് കാണാമെന്നായിരുന്നു വിജയുടെ കമന്റ്. തൊട്ടു പിന്നാലെ പടക്കത്തിന് തീ കൊടുത്തതുപോലെയാണ് ഇൻസ്റ്റഗ്രാമിൽ ഇത്തരം റീലുകൾ പ്രത്യക്ഷപ്പെട്ടത്. മലയാളത്തിൽ ഒരു യുവാവാണ് ഈ ട്രെൻഡിന് തുടക്കം കുറിച്ചത്. ഈ വീഡിയോയ്ക്ക് ടൊവിനോ തോമസ് കമന്റ് ചെയ്താലേ പഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവാവ് രംഗത്തെത്തിയത്. തൊട്ടു പിന്നാലെ പോയിരുന്ന് പഠിക്കുമോനെ എന്ന നടന്റെ കമന്റും എത്തി. ടൊവിനോ കമന്റ് ചെയ്തതോടെ മലയാളി സിനിമാ താരങ്ങൾ ഒന്നടങ്കം കുടുങ്ങി. ആരാധകരല്ലേ, കമന്റ് ചെയ്യാതെ എങ്ങനെ പോവും? പഠനം മാത്രമല്ല കേട്ടോ, ജോലി ചെയ്യുന്നതിലേക്കും യാത്ര പോകുന്നതിലേക്കും ഭക്ഷണം കഴിക്കുന്നതിലേക്കും ഉറങ്ങുന്നതിലേക്കും വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ബേസിൽ ജോസഫ് കമന്റ് ചെയ്താലേ കാനഡയിൽ നിന്ന് മടങ്ങി വരൂ. ജോജു ജോർജ് കമന്റ് ചെയ്താൽ തടി കുറയ്ക്കാൻ ജിമ്മിൽ പോയി തുടങ്ങാം. പേളിമാണി കമന്റ് ചെയ്താൽ എഴുന്നേറ്റ് വല്ലതും കഴിക്കും. നസ്ലിൻ കമന്റ് ചെയ്താൽ പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങും. മഞ്ഞുമൽ ബോയ്സ് കുഞ്ഞിനെ നോക്കുകയാണെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് സിനിമ കാണാൻ തുടങ്ങി. എന്തെല്ലാം ആവശ്യങ്ങളാണെന്ന് അറിയാമോ ആരാധകർക്ക്? ടൊവിനോ, അർജുൻ അശോകൻ, സൗബിൻ, കാളിദാസ് ജയറാം, നിഖില വിമൽ, നസ്ലിൻ, മഞ്ഞുമൽ ബോയ്സ് ടീം, പേളിമാണി എന്നിങ്ങനെ പല താരങ്ങളാണ് കമന്റുമായി രംഗത്തെത്തിയത്. എന്തിന് കിങ്കൺ ഷാരൂഖ് ഖാൻ വരെയുണ്ട് ഈ ട്രെൻഡിന് കമന്റ് നൽകിയതിൽ. ഒരു വശത്ത് കമന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മറുവശത്ത് കമന്റ് ലഭിക്കാത്തവരുമുണ്ട്. മലയാളത്തിന്റെ സ്വന്തം താരരാജാക്കന്മാരായ ലാലേട്ടനും മമ്മൂക്കയും ട്രെൻഡിലേക്ക് വന്നില്ല എന്ന പരാതി ഉയർത്തുന്നവരും നിരവധിയാണ്. എന്തായാലും പുതിയ ട്രെൻഡ് കാരണം സിനിമാ താരങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന കാര്യം ഉറപ്പാണ്. സിദ്ധാർത്ഥ് രംഗത്തെത്തിയ സ്ഥിതിക്ക് ട്രെൻഡ് അവസാനിക്കുമോ അതോ വീണ്ടും ശക്തിയാർജിക്കുമോ എന്ന് കണ്ടറിയാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.